ഹായ്, ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ. ഇതിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നത് തെർമൽ ക്രാക്കിംഗ് മുതലാണ്. അതിന് മുമ്പുള്ള ഭാഗങ്ങൾ മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തെർമൽ ക്രാക്കിംഗ്, ദ പ്രോസസ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് സം ഹൈഡ്രോകാർബൺസ് വിത്ത് ഹൈ മോളിക്കുലാർ വെയ്റ്റ് into hydrocarbons with low molecular weight when heated in the absence of air is called thermal cracking. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കിയാൽ മോളിക്കുലർ വെയിറ്റ് കൂടിയ ഹൈഡ്രോകാർബൺസ് ലോ മോളിക്കുലർ വെയിറ്റ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ, ദ കെമിക്കൽ ഇക്വേഷൻ ഇൻവോൾവ് ഇൻ ദ ഹീറ്റിംഗ് ഓഫ് പ്രൊപ്പൈൻ in the absence of air is given. അവിടെ പ്രൊപ്പൈൻ CH3 CH2 CH3 പ്രൊപ്പൈൻ തന്നിട്ടുണ്ട്, അവിടെ ഹീറ്റ് കൊടുക്കുന്നു. പ്രത്യേകം ഓർക്കുക, തെർമൽ ക്രാക്കിങ്ങിൽ കമ്പഷൻ പോലെയല്ല, തെർമൽ ക്രാക്കിങ്ങിൽ ആബ്സെൻസ് ഓഫ് എയർ ആണ്. കമ്പഷൻ പ്രസൻസ് ഓഫ് എയർ ആണ്, ഓക്സിജൻ ഉണ്ടെങ്കിലേ കത്താൻ പറ്റുള്ളൂ. ഇവിടെ ഹീറ്റ് കൊടുക്കുന്നു, ആബ്സെൻസ് ഓഫ് എയർ ആണ്. അപ്പോൾ അവിടെ അതിൻ്റെ പ്രൊഡക്റ്റ് കിട്ടിയത് CH4 CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. അപ്പോൾ അത് ക്രാക്കായി രണ്ട് മോളിക്യൂൾസ് ആയിട്ട് രണ്ട് സാധനങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ CH4 മീഥേൻ അവിടെ ഉണ്ട്, പിന്നെ പ്ലസ് CH2 ഡബിൾ ബോണ്ട് CH2, അപ്പോൾ രണ്ടായിട്ട് ഇത് മാറിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഒബ്റ്റൈൻഡ്. നമ്മൾ ഇക്വേഷനിൽ കണ്ടിരുന്നു, ആദ്യം അവിടെ ഉണ്ടായിരുന്ന പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയത് CH4 പ്ലസ് CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടായത് ആദ്യം പ്രൊപ്പൈനെയാണ് തെർമൽ ക്രാക്കിങ്ങിന് വിധേയമാക്കിയത്. അപ്പോൾ നമുക്ക് കിട്ടിയത് ആൻസർ മാത്രം എഴുതുന്നു, CH4 പ്ലസ് CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. തൊട്ട് മുമ്പത്തെ പേജിൽ കാണിച്ച ആ ഇക്വേഷൻ തന്നെ. അതിൽ പ്രൊപ്പൈൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടില്ല, പ്രൊഡക്റ്റ് മാത്രം എഴുതും. വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഒബ്റ്റൈൻഡ്. ഇത് മീഥൈനാണ്, പ്ലസ് ഇത് ഈഥൈൻ അല്ല, ഡബിൾ ബോണ്ട് ആണ്, ഈഥീൻ ആണ്. ഈ രണ്ട് പ്രൊഡക്റ്റ് ആണ് അവിടെ ഉണ്ടായത്. ഇനി അതിന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഫോംഡ്. ഇത് പ്രൊപ്പൈൻ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയിരുന്നു, എല്ലാം സിംഗിൾ ബോണ്ട് ആയിരുന്നു. ഇവിടെ ഇപ്പോൾ തെർമൽ ക്രാക്കിംഗ് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മീഥൈനും ഒരു ഈഥീനും ഉണ്ടായി. അപ്പോൾ ഈഥീൻ എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് ആണ്, അത് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഇവിടുത്തെ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് THENE, ഈഥീൻ, അതായത് CH2 ഡബിൾ ബോണ്ട് CH2, ഇതാണ് അവിടെ ഉണ്ടായ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. ഡെഫിനിഷൻ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, when heated in the absence of air some hydrocarbons with high molecular weight decompose into hydrocarbons with lower molecular weight. This process is called thermal cracking. ഇനി ഇവിടെ അടുത്ത എക്സാമ്പിൾ തന്നിട്ടുണ്ട്. Let us look at more examples. Complete the chemical equations. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് CH3 CH2 CH2 CH3, അപ്പോൾ 1 2 3 4 ബ്യൂട്ടൈൻ ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഉണ്ടായതല്ല, ബ്യൂട്ടൈൻ ആണ് ഇവിടുത്തെ റിയാക്റ്റന്റ്. ഇതിൽ തെർമൽ ക്രാക്കിംഗ് നടന്നാൽ അവിടെ ഉണ്ടാവുന്നത് ആദ്യത്തെ പ്രൊഡക്റ്റ് നോക്കുക, CH3 CH2 CH ഡബിൾ ബോണ്ട് CH2. അപ്പോൾ ഇത് പ്രൊപ്പീനാണ്. പ്രൊപ്പീൻ കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുന്നത് ഇവിടെ CH4 ആയിരിക്കും. കാരണം ബ്യൂട്ടൈൻ ആണ്, ബ്യൂട്ടൈൻ ഡീകമ്പോസ് ചെയ്യുമ്പോൾ പ്രൊപ്പൈനും പിന്നെ ഉണ്ടാവേണ്ടത് മീഥൈനാണ്, കാരണം ഒരു കാർബണേ ഉള്ളൂ. അപ്പോൾ ചെക്ക് ചെയ്യേണ്ടതിലെ ഇവിടെ ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കുക. 3 2 5 2 7 7 3 10 ഹൈഡ്രജൻ ഉള്ളത് ഇവിടെ. ഇവിടെ 3 2 5 1 6, ഇവിടെ ഡബിൾ ബോണ്ട് വന്നു, അപ്പോൾ 6 ഇവിടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് CH 10 ആവാൻ H4 കൊടുക്കാം. അപ്പോൾ CH4. അപ്പോൾ ഇതിൻ്റെ പേര് മീഥൈൻ. അപ്പോൾ ബ്യൂട്ടൈൻ ഡീകമ്പോസ് ചെയ്തിട്ട് പ്രൊപ്പൈൻ അല്ല, പ്രൊപ്പീൻ, ഡബിൾ ബോണ്ടാണ്, പ്രൊപ്പീനും മീഥൈനുമായിട്ട് മാറി. ഇനി അതിൻ്റെ അടുത്ത എക്സാമ്പിൾ 1 2 3 4 5, ഇത് പെൻറ്റെയിൻ ആണ്, ANE, പെൻറ്റെയിൻ. ഇവിടെ
കിട്ടിയിരിക്കുന്നത് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. ETHENE ഈത്തീനാണ്. അപ്പോൾ പിന്നെ അവിടെ ഉണ്ടാവേണ്ട രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? അപ്പോൾ കാർബണിന്റെ എണ്ണം വെച്ച് നോക്കിയാൽ പെൻഡെയിൻ ഈത്തീനായിട്ട് മാറുമ്പോൾ ബാക്കി 3 കാർബൺ ആറ്റം ഉണ്ടാവണം. അപ്പോൾ നമുക്ക് പ്രൊപ്പെയിൻ ആണ് ചാൻസ്. അപ്പോൾ CH3 CH2 CH3 പ്രൊപ്പെയിൻ ANE. അപ്പോൾ പെൻഡെയിൻ ഡീകമ്പോസ് ചെയ്തിട്ട് പ്രൊപ്പെയിനും ഈത്തീനുമായിട്ട് മാറി. അടുത്തത് കമ്പഷൻ ഓഫ് ഹൈഡ്രോകാർബൺസ്. ഹൈഡ്രോകാർബൺസ് കത്തും. കത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡും H2 ആയിരിക്കും. H2 വെള്ളമായിട്ട് തന്നെ ആവണമെന്നില്ല, അത് നീരാവിയായിട്ടാവാം. അപ്പോൾ കമ്പസ്റ്റൻ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തെർമൽ ക്രാക്കിങ്ങിന് ആബ്സെൻസ് ഓഫ് എയർ ആണ് പറഞ്ഞത്. ഇവിടെ കമ്പസ്റ്റൻ ദ ബേണിംഗ് ഓഫ് ഹൈഡ്രോകാർബൺസ് ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഇൻ എയർ ടു ഫോം CO2 ആൻഡ് H2O along with heat and light is known as combustion. അപ്പോൾ തീയിൽ കത്തുക എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. കത്തുക എന്ന് പറഞ്ഞാൽ കത്താൻ വേണ്ടി നമുക്ക് ഓക്സിജൻ വേണം. അപ്പം എയറിലുള്ള ഓക്സിജന്റെ പ്രസൻസിലാണ് കമ്പഷൻ നടക്കുന്നത്. തെർമൽ ക്രാക്കിങ് ആബ്സെൻസ് ഓഫ് എയർ ആയിരുന്നു, ഇവിടെ പ്രസൻസ് ഓഫ് എയർ ആണ്. എയറിലെ ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് കമ്പഷൻ നടക്കുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് H2O CO2 പ്ലസ് H2 ആണ്. പിന്നെ ഉള്ളത് കത്തുമ്പോൾ എന്തായാലും ഹീറ്റും ലൈറ്റും ഉണ്ടാവും. ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ബേണിംഗ് ഓഫ് മീതെയിൻ ഇൻ എയർ ഈസ് ഗിവൺ. അവിടെ മീതെയിൻ്റെ ഇക്വേഷൻ ഉണ്ട്. CH4 മീതെയിൻ പ്ലസ് 2O2 എയറിലുള്ള ഓക്സിജൻ, 2 ഓക്സിജൻ മോളിക്യൂൾസും ചേർന്നു. അവിടെ ഉണ്ടാകുന്നത് CO2 പ്ലസ് H2O പ്ലസ് ഹീറ്റ്. ഹീറ്റ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് ഓർത്ത് വെക്കുക, CO2 പ്ലസ് H2O ആണ്. ബാക്കിയുള്ള ഇക്വേഷൻ ഇതിനെ ബാലൻസ് ചെയ്താൽ ഇപ്പോൾ ഇവിടെ 2O2 ഉണ്ട്, അപ്പോൾ ഇവിടെ 2H2 കിട്ടിയിട്ടുണ്ട്. അത് ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ മനസ്സിലാവും. വാട്ട് ആർ ദ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് ഇൻ ദ പ്രോസസ്? എപ്പോഴും കമ്പഷന് പ്രൊഡക്റ്റ് CO2 ആൻഡ് H2O, കാർബൺ ഡൈ ഓക്സൈഡും H2O ആയിരിക്കും ഉണ്ടാകുന്ന പ്രൊഡക്റ്റ്. ഹീറ്റ് ആൻഡ് ലൈറ്റ് ആർ ഓൾസോ പ്രൊഡ്യൂസ്ഡ് അലോങ് വിത്ത് ദിസ് പ്രോസസ്. എന്തായാലും തീ കത്തുമ്പോൾ അവിടെ ഹീറ്റും ലൈറ്റും ഉണ്ടാവും. അതെല്ലാത്തിലും ഉള്ളതാണ്. പിന്നെ ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡും H2O ആണ്. അടുത്ത് വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് വെൻ ബ്യൂട്ടെയിൻ ബേൺസ് ഇൻ എയർ? ബ്യൂട്ടെയിൻ എയറിൽ കത്തിക്കഴിഞ്ഞാൽ, എയറിൽ കത്തുമ്പോൾ കമ്പഷനാണ്, അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്തായി? ഹീറ്റ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ നോക്കേണ്ടത് 2C4H10 പ്ലസ് 13O2 ആണ്. അപ്പോൾ ഇതിന് ഉണ്ടാകുന്ന എന്തായാലും കാർബൺ ഡൈ ഓക്സൈഡും H2O തന്നെ ആയിരിക്കും. പക്ഷേ അത് എങ്ങനെ ഉണ്ടാവുന്നു? അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് അതിനെ ബാലൻസ് ചെയ്യാൻ നോക്കും. ഇപ്പോൾ ഇവിടെ ഉണ്ടാവേണ്ടത് 8CO2 ആണ്. 8CO2 പ്ലസ് 10H2. 8CO2 പ്ലസ് 10H2 ഉണ്ടാകും. CO2ഉം H2ഉം ആണ് നമുക്കറിയാം. ഇനി അപ്പോൾ ഈ ഇക്വേഷൻ ഇവിടെ 2C4H10 ഉണ്ട്, ഇവിടെ 13O2 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എണ്ണം ബാലൻസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ 2 × 4 8 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ ഇവിടെ 8C വന്നിട്ടുണ്ട്, 8C. അപ്പോൾ സിയുടെ കൂടെ എന്തായാലും O2, അപ്പം C8C നമുക്ക് എഴുതാം. കാരണം ഇവിടെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കൂടെ നമ്മൾ സീനെ ബാലൻസ് ചെയ്യാൻ മതി. പിന്നെയുള്ള H2O, ആദ്യം H2നെ മാറ്റി വെച്ചിട്ട് ഇതിനെ ആദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ 2 × 4 8 ആണ് ഇവിടെ കാർബൺ ആറ്റം. അപ്പോൾ 8C എഴുതി, പിന്നെ എന്തായാലും CO2 ആണ്, അപ്പോൾ O2 കൊടുക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, 8 × 2 നമുക്ക് 16 ഓക്സിജൻ മോളിക്യൂൾസ് അവിടെ പോയിട്ടുണ്ട്. ഇനി H10 ആണുള്ളത്, അപ്പോൾ 10H നമ്മൾ എഴുതി, 10H2 ആയി. അപ്പോൾ ഇവിടെ നമുക്ക് ഹൈഡ്രജൻ ആറ്റംസ് പോയി. അപ്പോൾ ഇവിടുത്തെ ഹൈഡ്രജൻ തീർന്നു, കാരണം 2 × 10 ഇവിടെ നമുക്ക് 2 × 4 8 കാർബൺ ആറ്റവും 2 × 10 20 ഹൈഡ്രജൻ ആറ്റങ്ങളും ആണുള്ളത്. പിന്നെ 13O2, അപ്പോൾ നമുക്ക് 26 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ CO2വിൽ നമുക്ക് 16 എണ്ണം പോയി. ബാക്കി നമുക്ക് ഇവിടെ വേണ്ട ഓക്സിജൻ ബാക്കിയുള്ളത് 10 എണ്ണമാണ്. അപ്പോൾ ഇവിടെ 10
O വന്നിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ കറക്റ്റ് ആണ്. അതായത് റിയാക്ടൻറ്റ് സൈഡിലുള്ള മോളിക്യൂൾസ് ആറ്റങ്ങളെല്ലാം അതേ എണ്ണം തന്നെയാണ് പ്രൊഡക്റ്റിൻ സൈഡിലും വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് CO2 + H2O ആണെന്ന് നമുക്കറിയാം എന്തായാലും. അതിൽ എത്ര CO2 എത്ര H2O എന്ന് ഇവിടെ ഏതാണ് കമ്പഷന് വിധേയമാകുന്നത്, ഏതാണ് കത്തുന്നത് നോക്കുക. ഇതിന്റെ മോളിക്കുലാർ ഫോർമുല നോക്കിയിട്ട് എത്ര എണ്ണം ഉണ്ട് നമുക്ക് എഴുതാം.